ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ് കഴിഞ്ഞ് ട്രാൻസ്പോർട്ട് ലെയറിലെ പ്രോട്ടോക്കോൾസ് ആണ്, ട്രാൻസ്പോർട്ട് ലെയർ ഫോളോ ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ആദ്യം വരുന്നത് നമ്മൾ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോൾ പഠിച്ചു. സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിൽ ഒരു ഫ്രെയിം സെൻഡ് ചെയ്യും, അതിൻ്റെ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും, അടുത്ത ഫ്രെയിം സെൻഡ് ചെയ്യും, അക്നോളജ്മെൻറ്റിന് വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും അക്നോളജ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ കിട്ടിയില്ല എങ്കിൽ വീണ്ടും അത് അയക്കും. അല്ലേ? ക്ലിയർ ആണല്ലോ അത്രയും? അല്ലേ? ഗോ ബാക്ക് എൻ പ്രോട്ടോക്കോളും സിമിലർ പ്രോട്ടോക്കോളാണ്. ഇതിൽ ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഒരെണ്ണം അയക്കും, വെയിറ്റ് ചെയ്യും, അങ്ങനെയാണല്ലോ. അതിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ വീണ്ടും അയക്കും. ഇതിലങ്ങനെയല്ല, ഒരു സർട്ടൺ നമ്പർ വരെ നമ്മൾ അയച്ചുകൊണ്ടേ ഇരിക്കും, എന്നിട്ട് കിട്ടിയില്ല എങ്കിൽ മാത്രം പഴയത് വീണ്ടും അയക്കത്തുള്ളൂ. അതാണ് ഗോ ബാക്ക് എൻ എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, ഗോ ബാക്ക് എൻ മറ്റേത് നമുക്ക് ഒബ്വിയസ്ലി കേട്ടാൽ തന്നെ മനസ്സിലാവും. ഒരെണ്ണം അയച്ചാൽ അതിൻ്റെ അക്നോളജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, വീണ്ടും അയക്കുക. അപ്പോൾ ഒത്തിരി ഡിലേ വരും അല്ലേ? വീണ്ടും പുറകെ പാക്കറ്റ്സ് അയക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അത് ഒബ്വിയസ്ലി അതൊരു എന്താ പറയുക, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ ഒത്തിരി ടൈം എടുക്കും. പക്ഷെ അതേസമയം ഇത് സെൻറ്റർ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടിയില്ല എന്ന് അറിയുമ്പോൾ മാത്രം പഴയത് വീണ്ടും അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കേട്ടാൽ തന്നെ മനസ്സിലാവും. ഡൗട്ടൊന്നും ഇല്ലല്ലോ അതിനകത്ത്? അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. സീക്വൻസ് നമ്പർ m ബിറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 2m സീക്വൻസ് നമ്പേഴ്സ്, അതായത് 4 ബിറ്റ് ആണെങ്കിൽ 0 തൊട്ട് 15 വരെയുള്ള സീക്വൻസ് നമ്പേഴ്സ് ഉണ്ടാവും ആണേ, അല്ലേ? അപ്പോൾ അക്നോളജ്മെൻറ്റ് നമ്പറും അതുപോലെ തന്നെ ഉണ്ടാവും. അക്നോളജ്മെൻറ്റ് നമ്പർ ഇൻ ദിസ് പ്രോട്ടോകോൾ ഇസ് ക്യുമുലേറ്റീവ് ആൻഡ് ഡിഫൈൻ ദ സീക്വൻസ് നമ്പർ ഓഫ് ദ നെക്സ്റ്റ് പാക്കറ്റ് എക്സ്പെക്റ്റഡ്. അതായത് അക്നോളജ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. മറ്റേ കേസിൽ അക്നോളജ്മെൻറ്റ് കിട്ടും. അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് പാക്കേജിൻ്റെയാണ്. അതായത് 0 ആണ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അടുത്ത 0th പാക്കറ്റ് ആയിരിക്കും അയക്കുന്നത്, 0 നമ്പറുള്ള പാക്കറ്റ് ആയിരിക്കും അയക്കുന്നത്. 1 ആണ് അക്നോളജ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അടുത്ത അയക്കുന്ന പാക്കറ്റ് 1 ആയിരിക്കും. ഈ കേസിലും അതുപോലെ തന്നെയാണ്. 0ഉം 1ഉം ആണ് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റിലെങ്കിൽ ഇതിൽ ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സീക്വൻസ് നമ്പർ ഉണ്ടാവും അക്നോളജ്മെൻറ്റിന്. 0 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ് സീക്വൻസ് നമ്പർ ഉണ്ടാവും. ആ അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടുന്നത് അക്നോളജ്മെൻറ്റ് 7 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത സെൻറ്റർ അയക്കേണ്ട പാക്കറ്റ് 7 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ സീക്വൻസ് നമ്പർ 7 ആണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ അർത്ഥം 6 വരെയുള്ള പാക്കറ്റ് അവന് കറക്റ്റായിട്ട് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം റിസീവറിന്. ഓക്കെ, അപ്പോൾ ഇതാണ് അത് എഴുതിയേക്കുന്നത്. ഇൻ ഗോ ബാക്ക് എൻ പ്രോട്ടോകോൾ ദ അക്നോളജ്മെൻറ്റ് നമ്പർ ഈസ് ക്യുമുലേറ്റീവ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ 6 കിട്ടിയാൽ 6 വരെയുള്ളതെല്ലാം കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ആൻഡ് ഡിഫൈൻസ് ദ സീക്വൻസ് നമ്പർ ഓഫ് ദ നെക്സ്റ്റ് പാക്കറ്റ് എക്സ്പെക്റ്റഡ്. ഇനി സെൻഡ് വിൻഡോ എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ടാവും. അത് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിൽ പഠിച്ച പോലെ തന്നെ ഒരു വിൻഡോ ഉണ്ട്. ഈ കേസിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 ആണ്. 7 സൈസുള്ള ഒരു വിൻഡോ ആണ് എങ്കിൽ സീക്വൻസ് നമ്പർ 7 സൈസുള്ള ഒരു വിൻഡോ ആണ്. സീക്വൻസ് നമ്പർ എത്രയെങ്കിലും ആയിക്കോട്ടെ, 0 തൊട്ട്. ഈ കേസിൽ അത് 3 ബിറ്റ്. ഈ എക്സാമ്പിളിൽ എത്ര ബിറ്റാണ് സീക്വൻസ് നമ്പറിന് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? സീക്വൻസ് നമ്പർ 0 തൊട്ട് 7 വരെ ഉണ്ട്. അപ്പോൾ എത്ര ബിറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? 3 ബിറ്റ് ആയിരിക്കും. 8 ആണ് സീക്വൻസ് നമ്പർ. 8 വരെയുള്ള നമ്പർ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 3 ബിറ്റ് മതി അല്ലേ? 3 ബിറ്റാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ടെക്സ്റ്റിൽ. m=3 ബിറ്റാണ് ഈ കേസിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ് 7 ആണെന്ന് വിചാരിക്കുക. സീക്വൻസ് നമ്പർ 8 വരെയുണ്ട് എന്ന് പറഞ്ഞാൽ 0 തൊട്ട് 7 വരെയുണ്ട്, 8 നമ്പറുണ്ട്. അതുപോലെ സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ് ഈ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രെയിമുകൾ, അതായത് ഇത് ഇവനെ കണ്ടിന്യൂസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. കണ്ടിന്യൂസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാക്കറ്റുകളുടെ നമ്പർ എന്ന് പറയുന്നത് 6 7 പിന്നെ 0 1 2 3 4 5 6 7 വീണ്ടും 0 അങ്ങനെ സീക്വൻസ് നമ്പർ പൊക്കോണ്ടേയിരിക്കും. അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതങ്ങനെയാണ് സീക്വൻസ് നമ്പർ. സീക്വൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. 15 വരെ ഉണ്ടെങ്കിൽ 15 വരെ നമ്പർ കൊടുത്തു, അടുത്ത പാക്കറ്റിന് വീണ്ടും 0 എന്ന് കൊടുക്കും അല്ലേ? അങ്ങനെയാണ് സീക്വൻസ് നമ്പർ പോകുന്നത്. അപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യുന്ന വിൻഡോയിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓൾറെഡി സെൻഡ് ചെയ്ത അക്നോളജ്മെൻറ്റ് കിട്ടിയ ഫ്രെയിമുകൾ. ഓക്കെ, ഓൾറെഡി സെൻഡ് ചെയ്ത അക്നോളജ്മെൻറ്റ് കിട്ടിയ ഫ്രെയിമുകൾ ഇവിടെ വരെയുള്ളത്. ഈ കേസിൽ ഈ ഫിഗറിൽ ഇവിടെ വരെയുള്ളത്. അതിന് ശേഷമുള്ളത് 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി അയച്ചു, പക്ഷേ അതിൻ്റെ അക്നോളജ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളത്. ഇവിടെ വരെയുള്ളതിൻ്റെ അയക്കുകയും ചെയ്തു, അക്നോളജ്മെൻറ്റ് വരികയും ചെയ്തു. പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല, സംഭവം കഴിഞ്ഞു, അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അവനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല, അവനെ നമ്മൾ മറന്നു.
പിന്നെ ഉള്ളത് ഇത്രയും നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അയച്ചാൽ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പാക്കറ്റ് അയച്ചാൽ അപ്പം തന്നെ അവൻ്റെ ഒരു കോപ്പി എടുത്ത് ട്രാൻസ്പോർട്ട് ലെയർ സൂക്ഷിച്ച് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങാനും ഇവൻ റിസീവർ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ, ഈ ബ്ലൂ കളർ ഷെയ്ഡ് അടിച്ചേക്കുന്ന എല്ലാത്തിലും അവൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, അക്നോളജ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ട്. ഇനി 4, 5, 6 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വിൻഡോയിൽ ഒരു 3 കൂടെ അയക്കാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതുവരെ പാക്കറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അയക്കും. അതായത് ക്യാൻ ബി സെൻഡ് വെൻ ആക്സെപ്റ്റഡ്. ഇത് നമുക്ക് ഓൾറെഡി സ്ലൈഡിങ് വിൻഡോയ്ക്ക് സൈസ് എത്രയുണ്ട്, സൈസ് 7 ഉണ്ട്. നമ്മൾ അതിൽ 4 ഓൾറെഡി അയച്ചിട്ടുള്ളൂ. ഇനി 3 കൂടെ അയക്കാമല്ലോ. ആ 3 കൂടെ ഉള്ളതാണ് അടുത്ത ഡിവിഷൻ എന്ന് പറയുന്നത്, ക്യാൻ ബി. അപ്പോൾ ആദ്യത്തേത് സെൻഡ് അക്നോളജ്മെൻറ്റ് ആൻഡ് പെർട്ട്, അതായത് അയച്ചു, അക്നോളജ്മെൻറ്റ് കിട്ടി, ഡിലീറ്റ് ചെയ്തു. രണ്ടാമത്തേത് അയച്ചു, സെൻഡ് ബട്ട് നോട്ട് അക്നോളജ്ഡ്. മൂന്നാമത്തേത് കിട്ടിയിട്ടില്ല, കിട്ടാത്തത് കൊണ്ട് അയച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, കിട്ടിയാൽ ഉടനെ അയക്കും. നാലാമത്തേത് 7 cannot be accepted from the process. കാരണം എന്താണ്, 7 എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്പർ കിട്ടിയാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ നമ്മുടെ കയ്യിലില്ല. കാരണം ഇനി ഒരു 3 ഉള്ളൂ. അതിൽ 4 എന്ന് പറയുന്ന പാക്കറ്റ് ഇവിടെ സ്റ്റോർ ചെയ്യണം, 5 ഇവിടെ സ്റ്റോർ ചെയ്യണം, 6 ഇവിടെ സ്റ്റോർ ചെയ്യണം. 7 കിട്ടിയാൽ ഇപ്പോൾ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് cannot be accepted. 7 ഇപ്പം മേടിച്ച് വയ്ക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. ക്ലിയർ ആണോ? സെൻഡ് വിൻഡോയുടെ 4 ഡിവിഷൻസ് ക്ലിയർ ആണോ? അതായത് അടുത്ത പാക്കറ്റ് കിട്ടുമ്പം 4 എന്ന് പറയുന്നതായിരിക്കും കിട്ടുന്നത്. 4 എന്ന് പറയുന്നതാണ് കിട്ടുന്നതെങ്കിൽ 4 മേടിച്ച് അവനെ സെൻഡ് ചെയ്യും. എന്നിട്ട് ബ്ലൂ ഷെയ്ഡ് അടിച്ചു വെക്കും. ബ്ലൂ ഷെയ്ഡ് അടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അതിൻ്റെ കോപ്പി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 5 കിട്ടിയാൽ 5 കിട്ടും, സെൻഡ് ചെയ്യും, ബ്ലൂ ഷെയ്ഡ് അടിച്ചു വെക്കും. ഈ ബ്ലൂ ഷെയ്ഡ് അടിച്ചു വെക്കുന്നത് ഫിഗറിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആക്ച്വലി മെമ്മറിയിൽ അതൊരു വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പ്രോഗ്രാമിൽ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് വേരിയബിളുണ്ട്. ഒന്ന് SF എന്ന് പറയുന്ന വേരിയബിളുണ്ട്, SN എന്ന് പറയുന്ന വേരിയബിളുണ്ട്. അത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എവിടെയാണ് ചെയ്തത്? ഈ വേരിയബിൾസ് SF എന്ന് പറഞ്ഞാൽ സെൻഡ് വിൻഡോ ദ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ സെൻഡ് ആയിട്ടുള്ളതിൽ ആദ്യത്തേത്. ഈ കേസിൽ ഏതാണ്? SF എന്ന് പറയുന്നത് 0 ആണ്. 0 എന്താണെന്നാണ് പറഞ്ഞത്? അയച്ചതിൽ ആദ്യം അയച്ചത്. അതായത് അല്ലെങ്കിൽ അതർ വേർഡ്സിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇനി നമുക്ക് ഏതിൻ്റെ ആണോ അക്നോളജ്മെൻറ്റ് കിട്ടാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ ആദ്യം അയച്ച ഏതാണ്? 0 ആണ്. അപ്പോൾ അടുത്ത അക്നോളജ്മെൻറ്റ് അതിൻ്റെ വരണം എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്നതാണ് SF എന്ന് പറയുന്ന വേരിയബിൾ. ഇനി SN എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വേരിയബിളുണ്ട്. SN കൊടുത്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെൻഡ് വിൻഡോ ദ നെക്സ്റ്റ് പാക്കറ്റ് ടു ബി സെൻഡ്. അതായത് SN എന്ന് പറഞ്ഞാൽ അടുത്തത് അയക്കേണ്ടത്. അയക്കേണ്ട ഈ കേസിൽ 4 ആണല്ലോ, 4 എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതാണ് അടുത്ത വേരിയബിൾ. സൈസ് എന്ന് പറഞ്ഞാൽ സെൻഡ് വിൻഡോ സൈസ്, വിൻഡോയുടെ സൈസ്, സെൻഡ് വിൻഡോയുടെ സൈസ്. ഈ കേസിൽ എത്രയാണ്? നമുക്ക് 7 ആണ്. 0 തൊട്ട് 6 വരെയാണ് എന്ന് പറഞ്ഞാൽ 7 ആണ് സെൻഡ് വിൻഡോയുടെ സൈസ്. ഈ 3 വേരിയബിൾ ഉണ്ട്. ദ വേരിയബിൾ SF ഡിഫൈൻസ് ദ സീക്വൻറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഓൾഡസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അയച്ചത്, അല്ലെങ്കിൽ ഏറ്റവും പഴയ, ഏറ്റവും കാലം മുമ്പ് അയച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. SN ഹോൾഡ് ദ സീക്വൻറ്റ് നമ്പർ ദാറ്റ് വിൽ ബി അസൈൻ ടു ദ നെക്സ്റ്റ് പാക്കറ്റ്, അടുത്ത പാക്കറ്റ്. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ സെൻഡ് വിൻഡോ ഈസ് ആൻ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്. സെൻഡ്, അപ്പോൾ ഞാൻ അത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സെൻഡ് വിൻഡോ എന്നൊക്കെ പറയുന്നതില്ലേ, അങ്ങനെ ഒരു വിൻഡോ അവിടെ വെച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. ഈ SF എന്ന് പറയുന്ന സാധനവും SN എന്ന് പറയുന്ന സാധനവും സൈസ് എന്ന് പറയുന്ന സാധനവും ഉപയോഗിച്ച് നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഡാറ്റ സ്ട്രക്ചർ ചെയ്തപ്പം സർക്കുലർ ക്യൂ ചെയ്തായിരുന്നു പ്രോഗ്രാം. സർക്കുലർ ക്യൂ ചെയ്തായിരുന്നു. സർക്കുലർ ക്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് സൈസ് എന്നൊക്കെ പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യും. സർക്കുലർ ക്യൂവിൽ ചെയ്തിട്ടില്ല? അതുപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സർക്കുലർ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു സ്ലൈഡിങ് വിൻഡോ പോലെ അസ്യൂം ചെയ്യാം. പക്ഷേ അതിനകത്ത് നമ്മൾ ആക്ച്വലി ഒരു വിൻഡോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിൻഡോ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നു, അതൊന്നും ചെയ്യുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? പുതിയ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ക്യൂ ആണെങ്കിൽ ക്യൂവിൻ്റെ ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് ഫ്രണ്ട് ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യും, അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ SF എന്താക്കും? SF ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കി വെക്കും. കാരണം അടുത്ത 1ൻ്റെ ആണ് അവൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു പാക്കറ്റ് സെൻഡ് ചെയ്താൽ എന്ത് ചെയ്യും? SN ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടാക്കി വെക്കും, അല്ലേ? അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. ദ സെൻഡ് വിൻഡോ ഈസ് ആൻ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ഡിഫൈനിങ് ആൻ ഇമാജിനറി ബോക്സ് ഓഫ് മാക്സിമം സൈസ് 2m-1. 2m-1 ആണ് അതിൻ്റെ മാക്സിമം സൈസ്.
അത് എന്തുകൊണ്ടെന്നാണെന്നുള്ള എക്സ്പ്ലനേഷൻ ഇതിൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് അത്രയും ഡീറ്റെയിൽസ് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 2m എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സീക്വൻസ് നമ്പറിൻ്റെ സൈസാണ് 2m. m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ സീക്വൻസ് നമ്പറാണ് അല്ലേ? അപ്പോൾ 2m എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2m എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ 3 ആണെന്ന് പറഞ്ഞു. ബിറ്റ് 3 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് 8 ആണ്. 8 ആണെങ്കിൽ നമ്മുടെ ഇമാജിനറി സ്ലൈഡിംഗ് വിൻഡോയുടെ സൈസ് 7 പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ട് 7 പാടുള്ളൂ എന്നുള്ളത് ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ടെക്സ്റ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം, ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അതിലേക്ക് പോകണ്ടെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഈ കേസിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ശ്രദ്ധിച്ച് നോക്കിക്കോ, നമ്മുടെ സീക്വൻസ് നമ്പർ 7 വരെയുണ്ട്. പക്ഷേ വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നതിൽ അതിലൊരെണ്ണം കുറച്ചാണ് എടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിവിടെ എഴുതിയേക്കുക വിത്ത് ദ 3 വേരിയബിൾസ് SF, SN ആൻഡ് സൈസ്. അത് 3 ഓർത്തിരിക്കുക. 3 എന്താണെന്ന് എഴുതി വെക്കുക, ഈ ഫിഗർ വരച്ചെടുക്കുക. ഓക്കെ. ഇനി റിസീവിങ് വിൻഡോ ഉണ്ട്. റിസീവിങ് വിൻഡോയിൽ പറഞ്ഞ പോലെ റിസീവിങ് വിൻഡോ ഇതുപോലെ. അപ്പോൾ സെൻഡ് വിൻഡോയിൽ ഉണ്ടെന്ന് പറഞ്ഞു. സെൻഡ് വിൻഡോ പോലെ തന്നെ റിസീവിങ് സൈഡിൽ ഇതുപോലെ തന്നെ ഒരു വിൻഡോ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിസീവിങ് വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സെൻഡിങ് വിൻഡോയുടെ സൈസ് എത്രയാണ്? 2m-1 ആണ് സെൻഡിങ് വിൻഡോയുടെ സൈസ്. 2m എന്ന് പറഞ്ഞാൽ m നമ്പർ ഓഫ് m ഈസ് നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ സീക്വൻസ് നമ്പർ. അപ്പോൾ 2m-1 ആണ് സെൻഡിങ് വിൻഡോയുടെ സൈസ് എങ്കിൽ റിസീവിങ് വിൻഡോയുടെ സൈസ് എപ്പോഴും 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ അറ്റ് എ ടൈം ഒരെണ്ണത്തെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റിസീവ് ചെയ്ത പാക്കറ്റിനെ അടുത്ത സ്ഥലത്തേക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരെണ്ണത്തെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ go back and the receive window is always 1. The receive will always looking and arriving a specific packet. ഒരു സ്പെസിഫിക് പാക്കറ്റിനായിരിക്കും. അതായത് 4ാമത്തെ പാക്കറ്റ് റിസീവ് ചെയ്തെന്ന് വെച്ചോ. അപ്പോൾ 6 എന്ന് പറയുന്നത് 5, അടുത്തത് 5 വരേണ്ടതെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. 5 അല്ലാതെ ഏത് വന്നാലും അവൻ ഡിസ്കാർഡ് ചെയ്യും. 4 വന്നാലും ഡിസ്കാർഡ് ചെയ്യും, 6 വന്നാലും ഡിസ്കാർഡ് ചെയ്യും, 7 വന്നാലും ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ സെൻഡിങ് വിൻഡോയിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഓൾറെഡി റിസീവ്ഡ് ആൻഡ് അക്നോളജ്. ഓൾറെഡി നമ്മൾ റിസീവ് ചെയ്ത് അക്നോളജ്മെൻറ്റ് അയച്ചത്. ഓക്കെ, ഒരെണ്ണം റിസീവ് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ അക്നോളജ്മെൻറ്റ് അയക്കുമല്ലോ. ഇനി അത് കഴിഞ്ഞുള്ള ഒരെണ്ണം എന്താണ്? അടുത്താണ് നമ്മൾ അതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മളിനി റിസീവ് ചെയ്യാൻ പോകുന്നത്. അത് ഒരെണ്ണം. അതിന് ശേഷമുള്ളതോ കനോട്ട് ബി റിസീവ്ഡ്. അതാണ് ഞാൻ പറഞ്ഞത് 6, 7 തൊട്ടുള്ള നമ്പേഴ്സ്, 6, 7 അത് കഴിഞ്ഞ് വീണ്ടും 0, 1, 1 തൊട്ട് 7 വരെയുള്ള നമ്പർ, അതിലേത് വന്നാലും നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. അത് അപ്പോൾ ഈ പാർട്ടൊന്ന് വായിച്ച് നോക്കിക്കോളുക. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കേണ്ട, ജസ്റ്റ് നോട്ടായിട്ട് എഴുതാവുന്ന രീതിയിൽ മാത്രം എഴുതിയാൽ മതി. ഈ പാർട്ട് സ്ലൈഡിംഗ് വിൻഡോ, Rn-1 മോഡുലോ 2m ഇതിലേക്കൊന്നും പോകണ്ട, വായിച്ചാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതുപോലെ ഇത് എഴുതി വെച്ചാൽ മതി. ദ റിസീവിംഗ് വിൻഡോ ഈസ് ആൻ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്. അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഡിഫൈനിങ് ആൻ ഇമാജിനറി ബോക്സ് ഓഫ് സൈസ് 1. അങ്ങനെ ഒരു സംഭവം ആക്ച്വലി ഇല്ലെന്നാണ്, പക്ഷേ ഉള്ളതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. വിച്ച് സിംഗിൾ വേരിയബിൾ Rn എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത റിസീവ് ചെയ്യുന്ന പാക്കറ്റ് n അഴികെ അടുത്ത നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. ദ വിൻഡോ സ്ലൈഡ്സ് വെൻ ദ കറക്റ്റ് പാക്കറ്റ് ഹാസ് അറൈവ്ഡ്. സ്ലൈഡിങ് ഒക്കേഴ്സ് 1 slot അറ്റ് എ ടൈം. ഒരെണ്ണം അറൈവ് ചെയ്താൽ അപ്പം തന്നെ വിൻഡോ ഒന്ന് വലത്തേക്ക് സ്ലൈഡ് ചെയ്യും. അല്ലെങ്കിൽ വിൻഡോ ഒന്ന് വലത്തേക്ക് സ്ലൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ വിൻഡോ ആക്ച്വലി സ്ലൈഡ് ചെയ്യില്ല, Rn ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി ടൈമർ ഉള്ള എന്താണെന്ന് ചോദിച്ചാൽ ദർ ക്യാൻ ബി ടൈമർ ഫോർ ഈച്ച് പാക്കറ്റ് ദാറ്റ് ഈസ് സെൻഡ്. അതായത് നമ്മൾ ഇവിടുന്ന് അയച്ചല്ലോ, നമ്മുടെ സെൻറ്റർ സൈഡിൽ നിന്ന് അയക്കുന്ന ഓരോ പാക്കറ്റിനും ഓരോ ടൈമർ ഉണ്ടാവും. ആ പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ അതിൻ്റെ ഇത് കിട്ടിയില്ല എങ്കിൽ അവൻ വീണ്ടും അത് കിട്ടിയില്ല എന്നുള്ള അസംഷനിൽ അവിടെ എടുക്കും. ദ റീസൺ ഓഫ് ദ ടൈമർ ഫോർ ദ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ് ഓൾവേസ് എക്സ്പയർസ് ഫസ്റ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം അയച്ച പാക്കറ്റിൻ്റെ ആയിരിക്കും ആദ്യം എക്സ്പയർ ചെയ്യുന്നത് ആയിരിക്കുമല്ലോ അല്ലേ? കാരണം ടൈമർ 5 മിനിറ്റ് ആണെന്ന് വിചാരിക്കുക. ആദ്യത്തെ പാക്കറ്റ് നമ്മൾ ഇപ്പോൾ അയച്ചു, രണ്ടാമത്തെ പാക്കറ്റ് 1 മിനിറ്റ് കഴിഞ്ഞ് അയച്ചു, മൂന്നാമത്തെ പാക്കറ്റ് അത് കഴിഞ്ഞ് അയച്ചു, അത് കഴിഞ്ഞത് അത് കഴിഞ്ഞ് അയച്ചു. അങ്ങനെ വന്നാൽ ഏറ്റവും ആദ്യം അയച്ചതിൻ്റെ ആയിരിക്കും ടൈമർ ആദ്യം എക്സ്പയർ ചെയ്യുന്നത്. കാരണം 5 മിനിറ്റ് അതിൻ്റെ അല്ലേ, അത് അയച്ചിട്ട് 5 മിനിറ്റ് അതല്ലേ. ആദ്യത്തെ പാക്കറ്റ് 5 മിനിറ്റ് അയച്ചിട്ട് 5 മിനിറ്റ് അല്ലേ ആദ്യം ആവുന്നത് അല്ലേ? രണ്ടാമത്തെ പാക്കറ്റ് അയച്ചിട്ട് 5 മിനിറ്റ് ആവാൻ അത് കഴിഞ്ഞല്ലേ ആവുള്ളൂ. അപ്പോൾ എപ്പോഴും ആദ്യം അയച്ച പാക്കറ്റിൻ്റെ ടൈമർ ആയിരിക്കും ആദ്യം എക്സ്പയർ ആകുന്നത്. ഇനി റീസെൻഡിങ് പാക്കറ്റ്സ്. അപ്പോൾ ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. റിസീവർ എൻഡിൽ റിസീവ് ചെയ്ത് അക്നോളജ്മെൻറ്റ് അയക്കും. അത്രയും പാർട്ട് ക്ലിയർ ആണല്ലോ.
സെൻറ്ററിൻ്റെ സൈഡിൽ ഒരു ടൈമർ ഉണ്ടാവും. ടൈമർ എപ്പോഴും റണ്ണിങ് ആയിരിക്കും. ടൈമർ എക്സ്പയർ ആകുമ്പോൾ പാക്കറ്റ് വീണ്ടും അയക്കും. അത് എങ്ങനെ അയക്കും എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. റീസെൻഡിങ് ഓഫ് പാക്കറ്റ്സ്. പറയട്ടെ. വെൻ ദ ടൈമർ എക്സ്പയർസ് ദ സെൻഡർ റീസെൻഡ്സ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഈ ഗോ ബാക്ക് എൻ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അർത്ഥം. അതാണ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇതിൻ്റെ ടൈമർ എക്സ്പയർ ആയാൽ അവൻ ആ സെൻഡ് ചെയ്ത ഏതിൻ്റെയാണോ ടൈമർ എക്സ്പയർ ആയത് അവിടം തൊട്ടുള്ള എല്ലാം വീണ്ടും അയക്കും. മനസ്സിലായോ? അതായത് 0യുടെ ടൈമറാണ് എക്സ്പയർ ആയതെങ്കിൽ നമ്മളിപ്പോൾ 4 വരെ അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 0യുടെ ടൈമർ എക്സ്പയർ ആയി 4 വരെ അയച്ചിട്ടുണ്ടെങ്കിൽ 0 അയക്കണമല്ലോ വീണ്ടും. 0 അയക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പുറകെ 1 വീണ്ടും അയക്കും, 2 വീണ്ടും അയക്കും, 3 വീണ്ടും അയക്കും, 4 വീണ്ടും അയക്കും. ദ സെൻഡർ റീസെൻഡ്സ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്. അതാണ് നമ്മുടെ ഈ വിൻഡോയിൽ കാണിച്ചേക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റുകളുണ്ട്. ഇത് കണ്ടില്ലേ? ഈ വിൻഡോയിൽ കാണിച്ചേക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ് എന്ന് പറഞ്ഞുള്ള സാധനം എല്ലാം വീണ്ടും അയക്കും. അപ്പോൾ ആ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റുകൾ എല്ലാം അയക്കും. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദ സെൻഡർ ഹാസ് ഓൾറെഡി സെൻഡ് പാക്കറ്റ് 6 but the only timer expires. അതിൻ്റെ ടൈമർ എക്സ്പയർ ആയെന്ന് വിചാരിക്കുക. ഇഫ് SF ഈസ് ഈക്വൽ ടു 3, ദിസ് മീൻസ് ദ പാക്കറ്റ് 3, 4, 5 6 വരെ അയച്ചു. SF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ് എന്ന് പറയുന്നത് 3ലാണ് തുടങ്ങിയിരുന്നത്. 3ൻ്റെ ടൈമർ എക്സ്പയർ ആയെങ്കിൽ 3, 4, 5 അയക്കുമെന്ന്, 5, 6 അയക്കുമെന്ന്. The sender go back and send 3, 4, 5 and 6. This is why protocol is called go back n protocol. On a timeout, the machine goes back n locations and resends all packet. പുറകോട്ട് പോയിട്ട് ആ എവിടെ നിന്ന് ഏതിൻ്റെ ടൈമറാണോ എക്സ്പയർ ആയത് അവിടെ തൊട്ടുള്ള എല്ലാ പാക്കറ്റുകളും വീണ്ടും അയക്കും. ഓക്കെ, ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനില്ല. സെൻഡ് വിൻഡോ സൈസ് വേണ്ട. ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മറന്നുപോയി. അപ്പോൾ 0യുടെ ടൈമർ എക്സ്പയർ ആയ 0 തൊട്ട് 3 വരെയുള്ള വീണ്ടും അയക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ 0യുടെ അക്നോളജ്മെൻറ്റ് അയച്ചെന്ന് വിചാരിക്കുക. 0 അവിടെ കിട്ടി, 0th പാക്കറ്റ് റിസീവറുടെ എൻഡിൽ കിട്ടി. പക്ഷേ അക്നോളജ്മെൻറ്റ് അയച്ച സമയത്ത് അവൻ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് 1 അവിടെ കിട്ടി, 1 അയച്ചു, 1ൻ്റെ അക്നോളജ്മെൻറ്റ് അവിടെ കിട്ടി, 1 അവിടെ കിട്ടി. അപ്പോൾ 1ൻ്റെ അക്നോളജ്മെൻറ്റ് തിരിച്ചയച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ 1ൻ്റെ അക്നോളജ്മെൻറ്റ് ഇവിടെ കിട്ടി. പക്ഷേ 0യുടെ അക്നോളജ്മെൻറ്റ് അവൻ അയച്ചിരുന്നെങ്കിലും സെൻഡിങ് അവിടുന്ന് അയച്ച വഴിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ട് അവൻ കിട്ടിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 1ൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? 1ൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? 1ന് മുമ്പുള്ള എല്ലാം കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ 0യും 1ഉം. അപ്പോൾ 0യുടെ അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ SF എന്ന് പറയുന്ന അവൻ 2 തവണ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2ലേക്ക് എടുത്തു വെക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇടയ്ക്ക് ഒരു അക്നോളജ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത അക്നോളജ്മെൻറ്റ് വരുമ്പോൾ അതുവരെയുള്ളതെല്ലാം കിട്ടിയെന്നുള്ള അസംഷന് നമ്മൾ മുമ്പോട്ട് പോകും. അടുത്ത സെലക്റ്റീവ് റിപ്പീറ്റ് പറയട്ടെ. സെലക്റ്റീവ് റിപ്പീറ്റ്. അപ്പോൾ ഗോ ബാക്ക് സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ നമ്മൾ സെൻഡിങ് വിൻഡോയുടെയും സൈസ് 1 ആയിരുന്നു, റിസീവിങ് വിൻഡോയുടെയും സൈസ് 1 ആയിരുന്നു. ഗോ ബാക്ക് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് പ്രോട്ടോക്കോളിൽ നമ്മൾ സെൻഡിങ് വിൻഡോയുടെയും റിസീവിങ് വിൻഡോയുടെയും സൈസ് 1 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 1 ആണ്. 2ൻ്റെ സൈസ് 1 ആണ്. റിസീവിങ് വിൻഡോ 1 ആണ്, സെൻഡിങ് വിൻഡോയും 1 ആണ്. ഗോ ബാക്ക് എൻ പ്രോട്ടോക്കോളിൽ നമ്മുടെ സെൻഡിങ് വിൻഡോയുടെ സൈസ് സർട്ടൺ സൈസാണ്, 2m-1 ആണ്. റിസീവിങ് വിൻഡോയുടെ സൈസ് 1 ആണ്. സെലക്റ്റീവ് റിപ്പീറ്റിൽ 2ൻ്റെ സൈസ് വേരി ചെയ്യും. 2ൻ്റെ സൈസ് 1 അല്ല, 1ൽ കൂടി ഒരു വാല്യൂ ആയിരിക്കും 2. അതാണ് സെലക്റ്റീവ് റിപ്പീറ്റ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഇംപ്രവൈസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് വെർഷനാണ് സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറയുന്നത്. സെലക്റ്റീവ് റിപ്പീറ്റിൽ ചെയ്യുന്ന ഇതുപോലെ തന്നെ സെൻഡിങ് വിൻഡോയ്ക്ക് ഇതുപോലെ തന്നെ SMഉം SFഉം SNഉം ഉണ്ടാവും. റിസീവിങ് വിൻഡോയ്ക്ക് RN ഉണ്ടാവും. പക്ഷേ ഇതിനിടയ്ക്ക് വേറെ ഏത് പാക്കറ്റ് റിസീവ് ചെയ്താലും അവനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിൻ്റെ വിൻഡോയുടെ സൈസ് കണ്ടോ? മറ്റേ കേസിൽ RN 1 ആയിരുന്നു സൈസ്, ഈ കേസിൽ അങ്ങനെയല്ല, വലിയൊരു സൈസാണ്. അപ്പോൾ ഏത് റിസീവ് ചെയ്താലും അവൻ സ്റ്റോർ ചെയ്ത് വെക്കും. ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് റിസീവ് ചെയ്താലും അവനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ,
ഇതിന് സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ അതിൻ്റെ മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. മറ്റേ കേസിൽ എന്താണ്, ഗോ ബാക്ക് എൻ എന്ന് പറഞ്ഞാൽ എൻ പുറകോട്ട് പോയിട്ട് എൻ തൊട്ടുള്ള എല്ലാ പാക്കറ്റുകളും വീണ്ടും അയക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഗോ ബാക്ക് എൻ എന്ന് പറയുന്നത്. സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണോ കിട്ടാത്തത് അത് മാത്രമേ വീണ്ടും അയക്കുള്ളൂ. അപ്പോൾ ഈ കേസിലും വിൻഡോയുടെ സൈസ് എന്ന് പറയുന്നത് SF ഉണ്ട്, SN ഉണ്ട്, സെൻഡ് ബട്ട് നോട്ട് അക്നോളജ്മെൻറ്റ്, അക്നോളജ്ഡ് ഔട്ട് ഓഫ് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. ഈ കേസിൽ ഒരു പ്രത്യേകതയുള്ള അക്നോളജ്ഡ് ഔട്ട് ഓഫ് ഓർഡർ ഉണ്ട്. അക്നോളജ്ഡ് ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏത് വേണമെങ്കിലും റിസീവ് ചെയ്യാം, ഏത് അക്നോളജ്മെൻറ്റ് കിട്ടുന്നോ അത് ശരിയാക്കി. ഇപ്പോൾ ഈ SF-ൻ്റെ ആണ് അക്നോളജ്മെൻറ്റ് കിട്ടിയതെങ്കിൽ നമ്മൾ SF-ൻ്റെ ഈ 0യുടെ ആയിരുന്നു അക്നോളജ്മെൻറ്റ് വേറെ ഉണ്ടോ ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കേസിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. മുമ്പത്തെ പോലെ തന്നെ പാക്കറ്റ് ഓൾറെഡി അക്നോളജ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്സ് അക്നോളജ്മെൻറ്റ്, സം അക്നോളജ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഞാൻ പറയാം. ഇനി പാക്കറ്റ്സ് ദാറ്റ് ക്യാൻ ബി സെൻഡ്, നമുക്ക് വേണമെങ്കിൽ റിസീവ് ചെയ്തിട്ട് അയക്കാൻ പറ്റുന്നത്. പാക്കറ്റ്സ് ദാറ്റ് കനോട്ട് ബി സെൻഡ്, അയക്കാൻ പറ്റാത്തത്. കാരണം നമ്മുടെ സെൻഡിങ് വിൻഡോയ്ക്ക് അത്രയും സൈസ് ഇല്ല സ്റ്റോർ ചെയ്ത് വെക്കാൻ. ആ 4 പാർട്ട് ക്ലിയർ ആണോ? സെലക്റ്റീവ് റിപ്പീറ്റിൻ്റെ വിൻഡോയിനെ, സെൻറ്റർ വിൻഡോയിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. പാക്കറ്റ് ഓൾറെഡി അക്നോളജ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്, പാക്കറ്റ് ദാറ്റ് ക്യാൻ ബി സെൻഡ്, പാക്കറ്റ് ദാറ്റ് കനോട്ട് ബി സെൻഡ്. അത്രയുണ്ട്. ദാറ്റ് കനോട്ട് ബി സെൻഡ് അത്ര ഉണ്ട്. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ് സം അക്നോളജ്ഡ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് മറ്റേ കേസിൽ എന്താണ്, 0യുടെ അക്നോളജ്മെൻറ്റ് വന്നെങ്കിൽ 0 ഓക്കെ എന്ന് പറഞ്ഞ് SF ഇങ്ങോട്ട് കയറ്റി വെക്കും. എന്നിട്ട് 1ൻ്റെ വരുമ്പോൾ 1 അങ്ങോട്ട് കയറ്റി വെക്കും. ഈ കേസിൽ 0യുടെയും 1ൻ്റെയും എന്നിട്ട് 0യുടെയും 1 പഴയ കേസിൽ ഗോ ബാക്ക് എന്നിൽ 0യും 1ഉം വന്നില്ല, അത് കഴിഞ്ഞ് 2 ആണ് വന്നിരുന്നതെങ്കിൽ എന്ത് ചെയ്യും, 0യും 1ഉം ഓൾറെഡി കിട്ടിയെന്നുള്ള അസംഷനിൽ 2 കഴിഞ്ഞ് 3യിലേക്ക് എടുത്തു വെക്കുമായിരുന്നു SF, അല്ലേ? അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? ഈ കേസിൽ അതല്ല, 2ൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടിയെങ്കിൽ 2 മാത്രം അക്നോളജ്ഡ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കും. 0യും 1ഉം അപ്പോഴും അൺഅക്നോളജ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. മനസ്സിലായോ? മറ്റേതിൽ അങ്ങനെയല്ല, 2ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നെങ്കിൽ അപ്പം തന്നെ 0യും 1ഉം കിട്ടിയെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതാണ് ഈ ഗ്രേ കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അതാണ് റിസീവിങ് വിൻഡോയുടെ സൈഡിലും ഇതുപോലെ തന്നെയാണ്. മറ്റേടത്ത് റിസീവിങ് വിൻഡോയുടെ സൈസ് 1 ആയിരുന്നു, ഇവിടെ റിസീവിങ് വിൻഡോയുടെ സൈസ് 2n-1 ആണ് സൈസ്. അത് എത്ര വേണമെങ്കിലും ആവാം. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഈ മുമ്പത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. റിസീവിങ് വിൻഡോയും ഇത്രയും സൈസ് ഉണ്ട്. ഇതിൽ 0, 1, 2 എന്ന് പറയുന്നത് പാക്കറ്റ്സ് ഓൾറെഡി റിസീവ്ഡ് ആണ്, ഓൾറെഡി റിസീവ് ചെയ്ത് അക്നോളജ്മെൻറ്റ് അയച്ചതാണ്. അത് വീണ്ടും കിട്ടിയാൽ നമ്മൾ അവനെ എടുക്കത്തില്ല, ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ. ഇനി വിൻഡോയുടെ സൈസിലുള്ള പാക്കറ്റുകൾ ഏതെങ്കിലും ആണെങ്കിൽ അത് നമുക്ക് റിസീവ് ചെയ്യാം. പാക്കറ്റ് ദാറ്റ് ക്യാൻ ബി റിസീവ്ഡ് ആൻഡ് സ്റ്റോർഡ് ഫോർ ലേറ്റർ ഡെലിവറി, ഷെയ്ഡഡ് ബോക്സസ് ഓൾറെഡി റിസീവ്ഡ്. അതായത് ഏതൊക്കെയാണോ റിസീവ് ചെയ്തത് അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കും, അല്ലാത്തതൊക്കെ ആ ഏരിയയൊക്കെ ഫ്രീ ആണ്. അതിൻ്റെ ഏതെങ്കിലും വന്നാൽ അത് റിസീവ് ചെയ്ത് വെക്കാനും നമുക്ക് പറ്റും. ഓക്കെ. അതായത് നമ്മുടെ വിൻഡോയുടെ സൈസിലുള്ള കാര്യങ്ങൾ. പിന്നെ വിൻഡോയുടെ വലതുവശത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാക്കറ്റ് ദാറ്റ് കനോട്ട് ബി റിസീവ്ഡ്. അപ്പോൾ ഈ കേസിൽ എന്താണ്, മറ്റേ കേസിൽ നമുക്ക് വിൻഡോയുടെ സൈസ് സിംഗിൾ ആയിരുന്നു, അതായത് 3 വരേണ്ടതെങ്കിൽ 3 വന്നാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, വേറെ ഏത് വന്നാലും ഡിസ്കാർഡ് ചെയ്യുമായിരുന്നു. ഈ കേസിൽ ആക്ച്വലി 3 വരേണ്ടത്, പക്ഷേ 4 വന്നു, അവനെ സ്വീകരിച്ചു. 6 വന്നു, അവനെ സ്വീകരിച്ചു. 9 വന്നു, അവനെ സ്വീകരിച്ചു. അപ്പോൾ ഓരോന്നിനെയും സ്വീകരിച്ചു വെച്ചു. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ച് നോക്കിക്കോളാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചാലും മതി, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് മുമ്പത്തെ പോലെ തന്നെ ടൈമറാണ്. സെലക്റ്റീവ് റിപ്പീറ്റ് യൂസസ് 1 ടൈമർ ഫോർ ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്. ഒരു ടൈമർ ഉണ്ടാവും. വെൻ ദ ടൈമർ എക്സ്പയർസ് ഓൺലി ദ കറസ്പോണ്ടിങ് പാക്കറ്റ് ഈസ് റീസെൻറ്റ്. മറ്റേ കേസിൽ എന്തായിരുന്നു, എല്ലാം തിരിച്ചയക്കുമായിരുന്നു. അവിടം തൊട്ട് ഏതിൻ്റെയാണോ എക്സ്പയർ ചെയ്തത്, 3ൻ്റെ എക്സ്പയർ ചെയ്തെങ്കിൽ 3, 4, 5, 6 എല്ലാം അയക്കുമായിരുന്നു. ഈ കേസിൽ അതല്ല, ഏത് എക്സ്പയർ ആയോ അത് മാത്രമേ അയക്കത്തുള്ളൂ. ഓക്കെ. ഇൻ അതർ വേർഡ്സ്, ഗോ ബാക്ക് ആൻഡ് റീഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് പാക്കറ്റ്സ് ആസ് എ ഗ്രൂപ്പ്.
സ്റ്റോപ്പ് ആൻഡ് വെയിറ്റ് ട്രീറ്റ്സ് ദം ഇൻഡിവിജ്വലി. അത് ഗോ ബാക്ക് ആൻഡ് അത് അവരെ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലേ? ഗോ ബാക്ക് എൻ എന്ന് പറയുന്നത് എന്താണ്? ഗോ ബാക്ക് എൻ അതിനെ ഒരു ഗ്രൂപ്പാണ്. അതായത് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള എല്ലാം ഗ്രൂപ്പായിട്ട് അയച്ചു കൊടുക്കും. സെലക്റ്റീവ് റിപ്പീറ്റിൽ അങ്ങനെയല്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അത് മാത്രം അയക്കും. However, most transport protocols that implement selective repeats use only single timer. ഒറ്റ ടൈമറിലാണ് യൂസ് ചെയ്യുന്നത്. ഒരേ ടൈമറേ ഉള്ളൂ. ലാസ്റ്റ്, അതായത് ആദ്യം അയച്ച പാക്കറ്റിൻ്റെ ടൈമർ ആയിരിക്കും വെച്ചേക്കുന്നത്. In selective repeat protocol, the acknowledgement number defines the sequence number of error-free packet received. അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ റിസീവ് ചെയ്താൽ അത് മറ്റേ കേസിൽ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അതുവരെയുള്ള എല്ലാം കറക്റ്റായിട്ട് കിട്ടിയെന്നായിരുന്നു. ഈ കേസിൽ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിയാൽ അത് മാത്രം കറക്റ്റായിട്ട് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഡിഫറൻസ്. ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ ഒന്നും വേണ്ട. ഈ കേസിൽ കണ്ടോ, പാക്കറ്റ് 0 വന്നു, അക്നോളജ്മെൻറ്റ് 0 വന്നു. അക്നോളജ്മെൻറ്റ് 0 വരുമ്പോൾ അവൻ്റെ അയച്ചു. പാക്കറ്റ് 1 സെൻഡ് ചെയ്ത വഴിക്ക് നഷ്ടമായിപ്പോയി. പാക്കറ്റ് 2 അയച്ചു. പാക്കറ്റ് 2ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നു. പാക്കറ്റ് 2ൻ്റെ അക്നോളജ്മെൻറ്റ് വന്നാലും ഇവിടെ പാക്കറ്റ് 2 കിട്ടിയെന്ന് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോഴും പാക്കറ്റ് 1ൻ്റെ അവിടെ ബ്ലൂ കളറിൽ തന്നെയാണ് ഷെയ്ഡ് കിടക്കുന്നത്. വീണ്ടും ഇങ്ങനെ വന്നു. പാക്കറ്റ് 3 അയച്ചു, അക്നോളജ്മെൻറ്റ് 3 വന്നു. അങ്ങനെ വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ പാക്കറ്റ് 1ൻ്റെ അക്നോളജ്മെൻറ്റ് വരാത്തതുകൊണ്ട് പാക്കറ്റ് 1 മാത്രം റീസെൻഡ് ചെയ്തു, വീണ്ടും അയച്ചു. പാക്കറ്റ് 1 വീണ്ടും റീസെൻഡ് അയച്ചു. ഈ ടൈമർ ടൈം ഔട്ട് ആയപ്പം പാക്കറ്റ് 1ൻ്റെ ടൈമർ ടൈം ഔട്ടായി. അതായത് ഇത്ര സമയത്തിനുള്ളിൽ അവൻ്റെ അക്നോളജ്മെൻറ്റ് വരണമെന്നുണ്ട്, ആ സമയത്തിനുള്ളിൽ വന്നില്ലാത്തത് കൊണ്ട് അതുമാത്രം തിരിച്ചയച്ചു. മറ്റേതിലായിരുന്നെങ്കിൽ അക്നോളജ്മെൻറ്റ് 2 വരുമ്പോൾ 0യും 1ഉം കിട്ടിയെന്ന് അസ്യൂം ചെയ്താണ്. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? പിഗി ബാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ എന്താണ്, അക്നോളജ്മെൻറ്റ് അയക്കുമ്പോൾ അക്നോളജ്മെൻറ്റിൻ്റെ മാത്രം ഒരു പാക്കറ്റാണ് തിരിച്ചയക്കുന്നത്. ഈ പിഗി ബാക്കിങ്ങിൽ ചെയ്യുന്നത് ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒരു പാക്കറ്റ് എ സെൻഡ് ചെയ്തു, ബിയിലേക്ക് റിസീവ് ചെയ്തു. സാധാരണ എപ്പോഴും നമ്മൾ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എപ്പോഴും നടക്കുന്നത്, അല്ലേ? എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എ ബിയോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ബി എയോടും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും, അല്ലേ? അങ്ങനെയല്ലേ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴും. സാധാരണ എപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. നമ്മൾ ലെറ്റർ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളൊരു ലെറ്റർ ഇവിടുന്ന് അങ്ങോട്ട് അയക്കും, അവിടുന്ന് അയാൾ അതിൻ്റെ മറുപടി ഇങ്ങോട്ട് അയക്കും. അങ്ങനെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സാധാരണ എപ്പോഴും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ഞാൻ ഒരാൾക്ക് ലെറ്റർ അയച്ചു, അയാൾ ഓക്കെ എനിക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞൊരു പാക്കറ്റ് ഒരു ലെറ്റർ തിരിച്ചയച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മറുപടി അയച്ചു. അങ്ങനെയല്ലേ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇതുവരെ പറഞ്ഞനുസരിച്ച്, അല്ലേ? പിഗി ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു ലെറ്റർ അയച്ചു, അയാൾ അത് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ അതിൻ്റെ മറുപടി അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അക്നോളജ്മെൻറ്റ് എനിക്ക് ഇന്ന ലെറ്റർ റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം അയക്കും. അത് അക്നോളജ്മെൻറ്റും കൂടെ അടുത്ത പാക്കറ്റിൻ്റെ കൂടെ അയക്കും. അത്രേ ഉള്ളൂ. അതായത് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് അക്നോളജ്മെൻറ്റ് മാത്രമായിട്ട് അയക്കില്ല, ഒരു ഡാറ്റ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓക്കെ നീ അയച്ച ഇന്ന ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും കൂടെ പറയും. അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആവും. In real life, data packets are normally following in both directions, from client to server and from server to client. This means that acknowledgement also need to flow in both directions. A technique called piggybacking is used to improve the efficiency of bidirectional protocol. When a packet carrying data from A to B, it can also carry the acknowledgement. ഒരു പാക്കറ്റിൻ്റെ കൂടെയാണ് അക്നോളജ്മെൻറ്റും വിടുന്നത്, അത് മാത്രമേ ഉള്ളൂ. രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സർ, അതായത് സെൻറ്ററും റിസീവും ഒരേപോലെ ഇരിക്കും, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇതിൻ്റെ ഫിഗറും ആയിരിക്കണമെന്നില്ല, ഇതിൻ്റെ ഈ നോട്ടിൻ്റെ പാർട്ട് മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി. ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് എഴുതിയെടുക്കുക. ക്ലിയർ ആണോ?